സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം അടുത്ത ഘട്ടത്തിലേക്ക്. ആശാവർക്കർമാരുടെ കുടുംബങ്ങളടക്കം ഒത്തുചേരുന്ന പൗരസാഗരത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കും. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള വ്യക്തികളും പ്രതിഷേധ പരിപാടിയിൽ പങ്കാളികളാകും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, നിരവധി ദിവസങ്ങളായി വെയിലും മഴയും അതോടൊപ്പം തന്നെ ഈ വെയിലും മഴയും ഒന്നും കൊണ്ടുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സമര പരിപാടികളിലേക്ക് തന്നെയാണ് ആശാ വർക്കർമാർ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം തന്നെ സർക്കാർ അംഗീകരിക്കണം, അത് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഇവരുടെ ഈ ഒരു സമരം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പൗരസാഗരത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ആളുകളെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? വൃന്ദ, ഇപ്പോൾ 62 ദിവസമാണ് ഇപ്പോൾ രാപ്പകൽ സമരം ആരംഭിച്ചിട്ട്. ആശമാരുടെ സമരം വലിയ ശക്തമായ രീതിയിലുള്ള ഒരു സമരം തുടരുന്ന സാഹചര്യം തന്നെയാണ്. ഇവിടെ രാപ്പകൽ സമരത്തോടൊപ്പം തന്നെ ഈ നിരാഹാര സമരം 24 ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ആശമാർ ഓരോ ദിവസവും വലിയ ബുദ്ധിമുട്ടോടെ, മഴയായാലും വെയിലായാലും അതിനെയൊക്കെ തുടർന്ന് കണ്ട് ഒരു ഘട്ടത്തിലൂടെ തന്നെ കടന്നു പോവുകയാണ്. വലിയ പ്രതിഷേധം ഒരുങ്ങുന്ന സാഹചര്യം തന്നെയാണ്. ഇവിടെ ഈ ആശമാരുടെ രാപ്പകൽ സമരം 62 ദിവസവും ഈ നിരാഹാര സമരവും ഇപ്പോൾ 24 ദിവസവും എത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പോലും സർക്കാർ വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഒരു അനുനയ നീക്കത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചെടുക്കാമെന്ന് ശ്രമിക്കുമ്പോൾ പോലും അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഒരു പൗരസാഗരത്തിലേക്ക് കടക്കുകയാണ്. ആശമാരുടെ സമരം വലിയ ശക്തമായ രീതിയിൽ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഒരു പൗരസാഗരം എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര പേരായിരിക്കും ശരിക്കും വരാൻ സാധ്യതയുള്ളത്? ഇന്നത്തെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് എത്ര പേരെന്നുള്ളത് നമുക്ക് ഇപ്പം കണക്കൂട്ടാൻ കഴിയില്ല. പക്ഷേ 10,000-ലധികം ആളുകൾ എന്തായാലും ആണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇപ്പം കാലാവസ്ഥയുടെ പ്രശ്നം നോക്കിയിട്ട് ഇപ്പോഴും സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. സർക്കാർ മുഖം തിരിച്ചൊന്നുമല്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം ഞങ്ങൾ ഒരു ചർച്ച കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഹയർ ലെവൽ ചർച്ച ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ചർച്ചയിൽ ഏതെങ്കിലും ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കും എന്നുള്ളൊരു? തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ലിസ്റ്റ് ഓണറേറിയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഒരു ആദ്യ ഗഡു എന്ന നിലയ്ക്ക് ഒരു 3000 രൂപയും ബാക്കിയുള്ളത് കമ്മിറ്റിക്ക് വിട്ടുകൊണ്ട് പരിഗണിക്കുകയും ചെയ്യാന്നുള്ളത് ആ ഒരു സാഹചര്യം തന്നെ. തീർച്ചയായിട്ടും ആ സാഹചര്യമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആശമാരുടെ ആനുകൂല്യം, അതായത് പ്രത്യേകിച്ചും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ ആവശ്യത്തിലേക്ക്, അതായത് ഒരു 3000 രൂപ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഈ ഒരു പ്രശ്നത്തിന് ശമനമുണ്ടാവും. അതിനുശേഷം സമിതിയെ നിയോഗിക്കുന്നത് അംഗീകരിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ സമരം. നിരാഹാര സമരം വരെ വലിയ കടുത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം ആശമാർക്ക് പിന്തുണ നൽകാൻ ഒരുപാട് പേര് ഇപ്പോൾ എത്തുകയാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ നിരവധി പേരുണ്ട്. അപ്പോൾ ഇന്നത്തെ സമരം ശരിക്കും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുമെന്ന് ഉള്ളൊരു വിശ്വാസമുണ്ടോ? അല്ല, ഗവൺമെന്റിന് ഇതിനോടൊക്കെ തന്നെ എത്തേണ്ടുന്ന കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. കാരണം എന്തുകൊണ്ട് ഈ സമരം വിജയിക്കണമെന്ന് പൗരസമൂഹം, നമ്മുടെ പൊതുസമൂഹം ഇതിനോടൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിന്റെയും ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ ഈ സമരത്തെ ന്യായയുക്തത തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്തുണച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിന് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഈഗോയുടെ ഒരു വിഷയം വരുന്നില്ല, ആർക്കും തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് തൊഴിലാളി പണിയെടുത്തിട്ട് കൂലി ചോദിക്കുന്ന വിഷയമാണ്, മറ്റൊരു പ്രശ്നമല്ല. ഇത് ഗവൺമെന്റിനെ അട്ടിമറിച്ചിടാനോ ഗവൺമെന്റിനെ താറടിച്ചു കാണിക്കാനോ ഒന്നും നടത്തുന്ന പരിശ്രമങ്ങളുടെ ഭാഗമല്ല. ചെയ്യുന്ന ജോലിക്ക് കൂലി ചോദിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അംഗീകരിക്കുക, അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ സമരം അവിടെ അവസാനിക്കും. അതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് കേവലം ആശാവർക്കർമാർ മാത്രം വളരെ ദുരിതത്തിലായിരിക്കുന്ന ആളുകൾ നടത്തേണ്ടുന്ന ഒരു സമരമല്ല എന്നൊരു പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ അർത്ഥത്തിൽ ഇത് കേരളത്തിന്റെ ഒരു പൊതു സമൂഹത്തിന്റെ ഒരു സമരമായി ഇത് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഡിമാൻഡിൽ ചെറിയ മാറ്റം, അതായത് ഈ തൽക്കാലത്തേക്ക് ഒരു 3000 രൂപ വർദ്ധിപ്പിച്ച് തന്നാൽ അതിനുശേഷം സമിതിയെ രൂപീകരിച്ച് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാൽ സമരം അവസാനിപ്പിക്കാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും ഈ ആശമാർക്ക്, അതായത് ഈ പെൻഷൻ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? ഡിമാൻഡിലേക്ക് മാറ്റം എന്നുള്ളതല്ല. ഡിമാൻഡ് ഇപ്പോഴും 21,000 രൂപ, പ്രതിദിനം 700 രൂപ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സർക്കാർ നിരന്തരമായി സാമ്പത്തിക പ്രതിസന്ധി മറ്റു കാര്യങ്ങളും ഇങ്ങനെ ഓരോ ദിവസവും അതിനെ ആവർത്തിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സമരം 60 ദിവസം പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ, കാരണം ഇത് ദുരിതബാധിതരായ ആളുകൾ നടത്തുന്നൊരു സമരമാണിത്. എന്താണ് നിസ്വരായ ആളുകൾ, പണിയെടുത്തതിന്റെ കൂലി പോലും കിട്ടാതെ പ്രവർത്തിക്കുന്ന ആളുകളാണ്.
അതുകൊണ്ട് ഞങ്ങൾ വെച്ചത് അടിയന്തിരമായി അപ്പോൾ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയന്തിരമായി ഒരു 3000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട്, അതായത് പ്രതിദിനം 100 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഓണറേറിയം 10,000 ഉയർത്തുക. ബാക്കി അവശേഷിക്കുന്ന 11,000 രൂപ 2, 3 അല്ലെങ്കിൽ 5 മാസങ്ങൾക്കുള്ളിൽ ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിക്കുക. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. മറ്റൊന്ന്, പെൻഷനെ സംബന്ധിച്ച് അത് തീർച്ചയായിട്ടും ഏതൊരു ആളിനും അർഹതപ്പെട്ടതാണ്. ദീർഘകാലം പണിയെടുത്തിട്ട് പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ സായന്തനത്തിൽ അവർക്കൊരു താങ്ങായി ഒരു പെൻഷൻ എന്നുള്ള ഒരു സാമ്പത്തിക പിന്തുണ എന്നുള്ള ആവശ്യകതയാണ്. പ്രഖ്യാപിക്കണം ഗവൺമെന്റ്. ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഉത്തരവ് പിൻവലിക്കണം. എന്നിട്ട് 65 വരുമ്പോൾ ഗവൺമെന്റിന് വലിയ ബാധ്യത വരുന്നില്ല. ആ 65 വയസ്സിൽ പിരിഞ്ഞു പോകേണ്ടുന്ന ആളുകൾക്ക് വേണ്ടുന്ന പെൻഷനും ആനുകൂല്യങ്ങളും ഇപ്പോൾ പ്രഖ്യാപിക്കണം. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. തീർച്ചയായിട്ടും ആശമാരുടെ പ്രതിഷേധം ഇപ്പോൾ തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും ആവർത്തിക്കുന്നത് ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക, അതോടൊപ്പം ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ ഒരു 3000 രൂപ വർദ്ധിപ്പിച്ചതിന് ശേഷം ഘട്ടം ഘട്ടമായി ഈ ഓണറേറിയം കൂടുതൽ ആവശ്യപ്പെട്ടത് പ്രകാരം വർദ്ധിപ്പിച്ചാൽ മതിയാകുമെന്നാണ്. ഏതായാലും ഈ ഒരു അവസ്ഥയിൽ സമരം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ മുന്നിൽ മാർഗങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ആശമാർ ഈ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. ഏതായാലും ഇന്ന് പൗരസാഗരം സംഘടിപ്പിക്കുമ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും നിരവധി ആളുകൾ വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവിടെ പറയുന്നത്. നേരത്തെ തന്നെ ആരോഗ്യമന്ത്രിയെ കണ്ടു, അതോടൊപ്പം തന്നെ തൊഴിൽ മന്ത്രിയെ കണ്ടു. സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം തന്നെ സർക്കാർ ചെയ്തു. ഇനി കേന്ദ്രമാണ് ബാക്കിയുള്ളത് ചെയ്യേണ്ടത്. ഈ ആശമാർ കടും പിടുത്തം പിടിക്കുകയാണ് തുടങ്ങിയ അവകാശവാദങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോഴും സർക്കാർ ഉന്നയിക്കുന്നത്, അല്ലേ? കേന്ദ്രത്തിന്റെ വിഷയത്തിൽ തന്നെ സർക്കാർ വ്യക്തമാക്കിയ കാര്യത്തിൽ അതിൽ തന്നെ വ്യക്തമാണ്. അതായത് ഈ ഇൻസെന്റീവ് അടക്കമുള്ള കാര്യങ്ങൾ നൽകാമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് എപ്പോൾ എന്ന് മാത്രമാണ് ഇനി വ്യക്തമാക്കേണ്ടതുള്ളത്. അതിനപ്പുറത്തേക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം ചുമതലയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് ഉള്ള മറുപടിയാണ് സർക്കാരിന് നൽകേണ്ടത്. ആശമാർ ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ ചെറിയ രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ച എന്ന് പറയാൻ പൂർണ്ണമായും സാധിക്കില്ല. എന്നാൽ ചെറിയ രീതിയിലൊരു മാറ്റം അംഗീകരിക്കാൻ തയ്യാറാണ്. ആ ഒരു ഘട്ടത്തിൽ ഇനി സർക്കാർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട പ്രതീക്ഷ തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി വിഷ്ണു.